സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രനെ കൊണ്ട് ആ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യിപ്പിക്കും ആര്യൻ. അതിനുശേഷം മിത്ര പറയുന്നുണ്ട്, ശരി ഞാൻ അത് ഡിലീറ്റ് ചെയ്തു എൻ്റെ അമ്മോ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പറയുന്നുണ്ട്, അയ്യോ ഞാൻ തുണികളൊക്കെ എടുത്തിട്ടില്ല, ഞാനൊന്ന് പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് മിത്ര പോയി തുണികളൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് പടിക്കെട്ടിൽ നിന്ന് കാലുമേൽ കുപ്പിച്ചില്ല് കയറുന്നുണ്ട്. കുപ്പിച്ചില്ല് കയറി മാത്രമല്ല ഒരുപാട് ബ്ലഡൊക്കെ പോകുന്നുണ്ട്. മിത്രയാണെങ്കിൽ ഭയങ്കരമായി ശബ്ദം ഉണ്ടാക്കി കരയുന്നൊക്കെയുണ്ട്. വേദന കൊണ്ട് പൊളഞ്ഞിങ്ങനെ ആര്യൻ ഓടി വരും. ഓടി വന്നൊരു തുണിയെടുത്ത് കാലിലൊക്കെ ചുറ്റും കുപ്പിച്ചില്ലെടുത്ത് കളയുന്നുണ്ട്. ഇതാ കൂടി എൻ്റെ കുപ്പിയുടെ ചില്ലാണെന്ന് പറഞ്ഞ് നാശം എന്ന് പറഞ്ഞു. നിനക്ക് വണ്ടിമേൽ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല, നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ താങ്ങി വട്ടം പൊക്കിയൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പിന്നെ കാണിക്കുന്നുണ്ട് ഡോക്ടർ സ്റ്റിച്ചൊന്നും ഇടേണ്ട കാര്യമില്ല, ഒന്നും മുറിവ് ഡ്രസ്സ് ചെയ്യുക, കുപ്പിച്ചില്ലിൻ്റെ തരിയൊക്കെ ഉണ്ടെങ്കിൽ കളയുക, അതിനുശേഷം ഒരു ഇഞ്ചക്ഷൻ, അത്രേ ഉള്ളൂ എന്ന് പറയും. ഇത്രയാണെങ്കിൽ വലിയ ഓവറായിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളവും ആര്യനെ കെട്ടിപ്പിടിക്കലും അങ്ങനെ ഒരു കണക്കിന് ഡ്രസ്സൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും. പിന്നീട് വീൽ ചെയറൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാലും വീൽ ചെയറൊന്നും വേണ്ട, ആര്യം പൊക്കി കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആര്യം പൊക്കി താങ്ങി കൊണ്ടുപോകണം കണ്ടിട്ട് അവിടെ ഇരുന്ന വരാന്തയിൽ ഇരുന്ന രോഗികളൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ച് ഇരിക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് വീട്ടിലേക്ക് അകത്തേക്ക് കയറ്റി കട്ടിൽ കൊണ്ടിരുത്തുന്നത് വരെയും കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് മിഥുനെ കാണിക്കുന്നുണ്ട്. മിഥുൻ ആലോകിനൊരു പ്രശ്നം വന്നിട്ടുണ്ട്, ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണമെന്ന് മിഥുൻ്റെ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ വേണ്ട, അങ്ങനെ വിളിച്ച് ചോദിച്ചാൽ ശരിയാവില്ല, അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ, മാത്രമല്ല നമ്മൾ ഇടപെട്ടാൽ ശരിയാവണ കേസൊന്നുമല്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതേസമയം തന്നെ അച്യുതനെയും ആലോകിനെയാണ് കാണിക്കുന്നത്. അച്ഛാ ഇന്ന് തന്നെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇനി ഈ വീട്ടിൽ നമ്മൾ നിന്നാൽ ശരിയാവില്ല, അത്രയ്ക്കും വലിയ ചതിന് വല്യമ്മ നമ്മളോട് ചെയ്തതെന്ന് പറയും. വരട്ടെടാ, നമുക്ക് അത് പിന്നീട് ആലോചിക്കാം, കാരണം നമ്മളല്ലേ ഇവിടെ നിന്ന് പോകേണ്ടത്, അവരാണ്, അത് ഞാൻ പതുക്കെ ശരിയാക്കിക്കോളാം, അവരോട് ഓടിക്കാൻ നോക്കാം, ഇപ്പോൾ തൽക്കാലം നമുക്ക് 2 ദിവസം മാറി നിൽക്കണം, എന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മളും ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടുപോകും. അതുകൊണ്ട് നമുക്ക് ആ മിഥുനെ വിളിക്കാം അച്ഛാ, മിഥുനാണെങ്കിൽ കൊടൈക്കനാലിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല പിടിപാടുണ്ടെന്ന് പറയും. എന്നാൽ ശരി നീ അത് ചെയ്യുമെന്ന് പറയും. അങ്ങനെ മിഥുനെ വിളിക്കും. മിഥുനോട് അതിനെക്കുറിച്ചൊന്നും പറയില്ലെങ്കിലും കമ്പനിയിൽ പാർട്ട്ണർഷിപ്പായിട്ട് ഒരവസരം തരാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് മിഥുനെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. മിഥുൻ സത്യം സന്തോഷം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മിത്രനെ കാണിക്കുന്നത്, മിത്രയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആര്യൻ. ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഒന്നിനും കൊള്ളൂല, എന്നാലും അത് ഉണ്ടാക്കി അത് വായിൽ വെച്ച് കൊടുക്കുന്നൊരു ഭാഗവും കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ദേവമംഗലത്ത് ബാലൻ്റെ ഫോണിലേക്ക് ഉദയഭാനു വിളിക്കുന്നുണ്ട്, നമുക്ക് പിള്ളേരുടെ കണ്ടുമുട്ടൽ അമ്പലത്തിൽ വെച്ചാക്കാം, തിങ്കളാഴ്ച അമ്പലത്തിൽ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല സാർ, നമുക്ക് തിങ്കളാഴ്ച തന്നെ പോകാമെന്ന് പറയും. അപ്പോൾ പിന്നെ ബാലൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയും അങ്ങോട്ട് വരാം, നമുക്ക് അവിടെ ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് പറഞ്ഞ് ഒരു ഫോൺ വയ്ക്കും. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ അവർക്ക് സന്തോഷമാവും, ദേവിയുടെ നടയിലല്ലേ എന്ന് ഗോമതി പറയും. ആ സമയത്ത് ഇങ്ങനെ ധർമ്മൻ, ഈ അമ്പലത്തിൽ വെച്ച് പെണ്ണ് കാണൽ ഇതെങ്ങനെ ശരിയാവും അളിയാന്ന് പറയടാ, പെൺകുട്ടി അമ്പലത്തിൽ ചായയും ബിസ്ക്കറ്റായിട്ട് വരില്ല, അവർക്ക് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണാം, അത്രേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ചില ആൾക്കാർ സിനിമ തിയേറ്ററിൽ പോയി പെണ്ണ് കാണുന്നു, ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഒളിഞ്ഞിന്ന് കാണുന്നു, അതൊന്നല്ലല്ലോ, ഇത് ഞാൻ ഉറപ്പിക്കുന്ന കല്യാണമാണ്, അതുകൊണ്ട് തന്നെ അന്തസ്സായിട്ട് തന്നെ നടന്നു പോകുന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ മീനാക്ഷി ഒന്നും മിണ്ടില്ല. പെട്ടെന്ന് തന്നെ ആനന്ദ് വരുമ്പോൾ അത് ചേട്ടൻ വന്നെന്ന് പറയും. ആനന്ദേ തിങ്കളാഴ്ച നമുക്ക് അമ്പലത്തിൽ പോകണം, എല്ലാവരും കൂടി ഉദയഭാൻ സാറും മോളും ഫാമിലിയൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവിടെ പോയി പെണ്ണ് കാണുന്നു എന്ന് പറയും. അച്ഛാന്ന് പറയുമ്പോൾ നീ ഇതിലൊന്നും പറയണ്ട, ഇത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്, അതിനൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശരി അച്ഛാന്ന് പറയും. മോനെ തിങ്കളാഴ്ചയോടുകൂടി നിൻ്റെ ജീവിതത്തിലൊരു പ്രധാന ദിവസമാണ് തിങ്കളാഴ്ച, ഇതോടുകൂടി നിൻ്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാവും, നീ വിഷമിക്കേണ്ട, അച്ഛൻ പറയുന്നത് നീ അനുസരിക്ക് എന്നൊക്കെ പറയും. ശരി അച്ഛാന്നൊക്കെ പറഞ്ഞ് അനുസരിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആനന്ദ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവിടേക്ക് ആകാശും മീനാക്ഷി മാമനൊക്കെ വരും. മീനാക്ഷി, ആകാശ് നിങ്ങൾ വേഗം ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛനോട് പറയാം, എന്നെ ഇതിന്ന് ഒഴിവാക്കി തരണം, അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതത് നിൻ്റെ അച്ഛനോട് ചോദിക്കേണ്ടി വരുന്ന ധർമ്മം പറയും. എടാ നിന്നോട് അപ്പം മീനാക്ഷിയും പറയുന്നുണ്ട്, ആനന്ദേട്ടാ ഇതിൽ നിന്ന് അന്തറിന് ഒഴിയാൻ പറ്റില്ല, കാരണം അച്ഛൻ അവർക്ക് അത്രയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്ന് പോയി കാണല്ലേ വേണ്ടൂ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാമെന്ന് പറയും. ശരി ഞാൻ അവിടെ പോയ പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ, ഉറപ്പായിട്ടും കൂടെ നിൽക്കും, അങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണമൊന്നും മേട്ടൻ കഴിക്കണ്ട എന്ന് ആകാശം പറയും. അത് ശരിയാ, അത് വേണ്ടാന്ന് ധർമ്മനും പറയും. നമുക്ക് പറയാടാ, പെണ്ണിന് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് പറയാം, നല്ല പെൺകുട്ടിയെന്നല്ലേ അച്ഛൻ പറയുന്നത്, അളിയൻ പറയുന്നത്,
അപ്പോൾ നമുക്ക് നോക്കാം. ഈ സമയത്തിന് ശരിക്കും ആര്യം വേണ്ടത്. നിൻ്റെ ഇഷ്ടമില്ലാത്ത വിവാഹം നടത്താൻ ആര്യനാണെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയും. അങ്ങനെ ആര്യൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആനന്ദിന് വല്ലാത്ത വിഷമാവുന്നുണ്ട്. ആര്യനും കൂടി ഇവിടെ വേണ്ടതായിരുന്നു പറഞ്ഞപ്പോൾ അതൊന്നും അളിയനോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല. നമുക്ക് പോയി പെണ്ണ് കാണാം. അങ്ങനെ ഉറപ്പിക്കിന് തീരുമാനമാക്കണ്. ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് ഒഴിയാന്നുള്ളൊരു പ്രതീക്ഷയോടെ ഒഴിഞ്ഞാണ് ആനന്ദും പോകാൻ തീരുമാനിക്കുന്നത്. പിന്നീട് മിത്രനെയും ആര്യനെയും തന്നെ കാണിക്കുന്നത്. ഭക്ഷണം മിത്രയ്ക്ക് ഭാര്യയൊക്കെ കൊടുത്ത് കൈയൊക്കെ കഴിച്ച് മിത്രൻ്റെ അടുത്തിൽ മരുന്നൊക്കെ കൊടുത്ത് അവിടെ എത്തിയിട്ട് ആര്യൻ ആ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല ദോശ ആര്യ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ദോശ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ അതെ ശരി എന്നാൽ നുണ പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ലില്ല ശരിക്കും ഞാൻ പറയണതെന്ന് പറഞ്ഞു. അങ്ങനെ ആര്യൻ അടുക്കളയിലേക്ക് ചെന്ന് ഭക്ഷണം എടുത്ത് കയറ്റി ആര്യനൊന്ന് കഴിക്കുമ്പോൾ ആര്യൻ തന്നെ തുപ്പുന്നുണ്ട്. അയ്യേ ഇതെന്ത് ദോശ, ഒരു രുചിയില്ല, ഇതെങ്ങനെ അവൾ കഴിച്ച്, ഇത് അവൾ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് കഴിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം കെട്ടിപ്പിടിച്ച കാര്യങ്ങളൊക്കെ മിത്ര ആര്യനോട് പറയുന്നു. എനിക്ക് ആര്യൻ്റെ സ്നേഹം ആര്യന് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് വേദന ഒന്നും അറിയാണ്ടിരുന്നത്, ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴൊക്കെ. ആര്യ പിന്നെ ഒരു സ്നേഹത്തിൻ്റെ പുറത്തൊന്നുമല്ല ഞാൻ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ മിണ്ടാണ്ടിരുന്നത്. എനിക്കിതിനോട് ഒരു സ്നേഹവും ഇല്ല, ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ കടമ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറയും. അത് ശരി. അപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യനെ സ്നേഹിക്കേണ്ട കടമയുണ്ടോ, അതെന്താ ആര്യം മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും. എനിക്കതിപ്പോൾ കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല എന്ന് പറഞ്ഞ് ആര്യം ദേഷ്യപ്പെട്ട് പിണങ്ങി മിത്രനോട് പിണങ്ങുന്നുണ്ട്. അതിനുശേഷം മിത്ര റൂമിലും കിടക്കും, ആര്യൻ ഹാളിലും സാധാരണ രീതിയിൽ പായൊക്കെ വിരിച്ച് കിടക്കും. കിടന്നതിന് ശേഷം ആര്യം പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അയ്യോ അവൾ പാവല്ലേ, അവൾക്ക് രാത്രി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ, വാഷ്റൂമിലൊക്കെ പോകണമെന്ന് തോന്നിയാൽ ഒന്ന് സഹായത്തിന് ആരുമില്ലല്ലോ, ഞാനിവിടെ കിടന്നാൽ ശരിയാവോ, മിത്രയുടെ അടുത്തല്ലേ പോയി കിടക്കേണ്ടത്, അവൾക്ക് രാത്രി ബുദ്ധിമുട്ടാവില്ലേ, എങ്ങനെ ഒറ്റക്കാല് വെച്ച് ഇറങ്ങി വരുന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആര്യം വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കും. എന്തായാലും മിത്രയുടെ അടുത്തേക്ക് പോയി കിടക്കാൻ തന്നെ തീരുമാനിച്ച് നിൽക്കുന്ന ആര്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.